സർക്കാരിന്റെ നവകേരള സർവേക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജിയുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. പൊതുഖജനാവ് ദുർവിനിയോഗം ചെയ്യുന്നെന്നും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് അലോഷ്യസ് സേവ്യർ ഹർജിയിൽ പറയുന്നത്? 80 ലക്ഷം വീടുകളിലേക്ക് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും മുന്നോട്ട് വയ്ക്കേണ്ട വികസന കാഴ്ചപ്പാടുകളെ കുറിച്ചും പഠനം നടത്തി തെരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 20 കോടി രൂപ സർക്കാർ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും അണിനിരത്തി നടത്താനാണ് സർക്കാർ ഈ പരിപാടി നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി പൊതുഖജനാവിന്റെ ദുർവിനിയോഗവും നിയമവിരുദ്ധമായി ഭരിക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്നതാണെന്നാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറയുന്നത്. ഈ പദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അലോഷ്യസ് സേവ്യർ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നാളെ ഈ ഹൈക്കോടതി പരിഗണിക്കും. സർക്കാർ ഖജനാവിന്റെ പണം പൂർണ്ണമായി PR പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും അലോഷ്യസ് സേവ്യർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ തുടരുമെന്നും ഖജനാവിലെ പണം കൊള്ളയടിക്കുന്ന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പോരാട്ടം തുടരുമെന്നുമാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിക്കെതിരെ നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പദ്ധതിക്കെതിരെ അലോഷ്യസ് സേവ്യർ നൽകിയിരിക്കുന്ന ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശരി.